ഗൂഗിൾ പേയിൽ BSNL സിമ്മിൻ്റെ വാലിഡിറ്റി കൂട്ടാൻ വേണ്ടി റീചാർജ് ചെയ്തിട്ട് പണി കിട്ടി. സാധാരണ ബാക്കിയുള്ള സിമ്മുകളെ അപേക്ഷിച്ച് നമുക്കിപ്പോൾ ഒരു സിമ്മിൻ്റെ വാലിഡിറ്റി കൂട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്ലാൻ ഉള്ളത് BSNLലാണ്. BSNL 107 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 35 ദിവസം വരെ വാലിഡിറ്റി കിട്ടുമായിരുന്നു. പിന്നീട് അത് 28 ദിവസമാക്കി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം അത് 22 ദിവസമായി കുറച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ 107 രൂപയ്ക്ക് BSNL സിം റീചാർജ് ചെയ്താൽ ഇനി മുതൽ 22 ദിവസം മാത്രമേ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് എല്ലാവരും അറിഞ്ഞു കാണില്ല. ഇപ്പോഴും 28 ദിവസമാണെന്നായിരിക്കും കുറേ പേരൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. 28 ദിവസം വാലിഡിറ്റി ഉണ്ടല്ലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വാലിഡിറ്റി തീർന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം നമ്മൾ ഗൂഗിൾ പേയിലാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേയിൽ ഇങ്ങനെ റിമൈൻഡർ വരുമല്ലോ. അപ്പോൾ അതിനകത്ത് മാർച്ച് 1 വരെ വാലിഡിറ്റി ഉണ്ടെന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. അതായത് 28 ദിവസത്തെ വാലിഡിറ്റി വെച്ചിട്ട് മാർച്ച് 1 വരെ വാലിഡിറ്റി ഉണ്ടെന്നാണ് അതിനകത്ത് റിമൈൻഡറിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് എൻ്റെ വാലിഡിറ്റി തീർന്നു എന്നുള്ള രീതിയിലാണ് ഇന്നലെ വാലിഡിറ്റി തീർന്നു എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് വീണ്ടും റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് 107ൻ്റെ 2 പ്ലാനായിട്ടാണ് കാണിക്കുന്നത്. ഒന്നിന് 22 ദിവസത്തെ ഒരു എക്സ്റ്റൻഷനും വാലിഡിറ്റി എക്സ്റ്റൻഷനും, ഒരു റീചാർജിന് 22 ദിവസം. അതായത് ഒരേ പ്ലാനിന് തന്നെ 107ൻ്റെ പ്ലാനിന് തന്നെ 22 ദിവസം 28 ദിവസം അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഫുൾ കൺഫ്യൂഷനായി. അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞ മാസം ചിലപ്പോൾ ഞാനിനി 22 ദിവസത്തെ പ്ലാൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ വീണ്ടും 28 ദിവസത്തെ തന്നെ നോക്കി റീചാർജ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് വീണ്ടും 22 ദിവസത്തേക്ക് മാത്രമേ എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൂ. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞത് മാർച്ച് 16. അപ്പോൾ ഫുൾ കൺഫ്യൂഷനായി. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ പേ എടുത്ത് നോക്കി. ഫോൺ പേയിൽ റീചാർജ് ചെയ്യാൻ നോക്കി. അപ്പോഴാണ് അതിനകത്ത് 107ൻ്റെ ഒറ്റ പ്ലാനേ ഉള്ളൂ, 22 ദിവസം മാത്രം. ഈ 28 എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതായത് 2 മാസം മുമ്പേ അത് തീർന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 22 ദിവസം മാത്രമേ ഉള്ളൂ അതിന് വാലിഡിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗൂഗിൾ പേയിൽ ഈ ഒരു സംഭവം അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 22, 28 അങ്ങനെ 2 പ്ലാനായി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മുതൽ ഇപ്പം നമ്മൾ വാലിഡിറ്റി തീർന്നല്ലോ, 22 ദിവസം കഴിഞ്ഞ് വാലിഡിറ്റി തീർന്നു. അപ്പം ഒരു 6-7 ദിവസത്തെ ഒരു ഗ്യാപ്പ് കിട്ടും. സിമ്മ് കട്ടാകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ സിമ്മ് കട്ടാകാതെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിനി 107ൻ്റെ പ്ലാൻ അത് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. 107 റീചാർജ് ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ ഈ സിമ്മ് കട്ടാകാൻ പാടില്ല. അതായത് 22 ദിവസം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 6-7 ദിവസം കിട്ടും. ഇപ്പം നമ്മുടെ സിമ്മ് കട്ടായി, നമ്മൾ അതിനിടയിൽ റീചാർജ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ, പിന്നെ നമുക്ക് 107ൻ്റെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ 147ൻ്റെ റീചാർജ് തന്നെ ചെയ്യണം. അത് ഈ പറഞ്ഞ ഫോൺ പേ ആപ്പിൽ റീചാർജിങ്ങിൽ കറക്റ്റായിട്ട് 107ൻ്റെ പ്ലാനിൻ്റെ മേലിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവായ സിമ്മിനെ മാത്രമേ 107 ചെയ്യാൻ പറ്റൂ. ഇനാക്റ്റീവായ സിമ്മിന് 147 തന്നെ ചെയ്യണം. അപ്പം മൊത്തത്തിൽ ഇനി ഇതിങ്ങനെ ദിവസം കുറച്ച് ലാസ്റ്റ് 10 ദിവസമൊക്കെ ആവും. ലാസ്റ്റ് മൊത്തത്തിൽ എല്ലാ ടെലികോം കമ്പനിക്കാരും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്, മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇനി ക്യാഷ് ഈടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 3G ആകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക.